വളരെ ചരിത്രപ്രസിദ്ധമായ പ്രാധാന്യമർഹിക്കുന്ന വലിയ ശ്രേഷ്ഠമായ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഷഅബാൻ മാസം, വിശുദ്ധമായ റമദാൻ. നമുക്കറിയാം, ഒരുപാട് നന്മകൾ, പുണ്യങ്ങൾ കൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് നാളെ പാരത്രിക ലോകത്ത് ഒരുപാട് നന്മകൾ അവന്റെ ഏടിൽ നിറയ്ക്കാൻ പറ്റുന്ന, ഉതകുന്ന ഒരു മാസമാണ് റമദാൻ. അതിനു മുന്നോടിയായിട്ടുള്ള ഒരുപാട് തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും നടത്തേണ്ട വിശുദ്ധമായ ഒരു മാസമാണ് ഷഅബാൻ മാസം. പരിശുദ്ധമായ ഖുർആനിൽ അതീവ നിർണായകമായ കുറെ നിയമങ്ങളും കുറെ കൽപ്പനകളും ഈ ഒരു മാസത്തിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരും നമുക്കറിയാം, ആദ്യമായി അവരുടെ ഖിബ്ല മസ്ജിദുൽ അഖ്സയായിരുന്നു. ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ഏതാണ്ട് നീണ്ട 17 മാസത്തോളം, തുടക്കം നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 17 മാസത്തോളം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ഇന്ന് നമുക്ക് കഅബാലയത്തിൽ തിരിയുന്നത് പോലെ അവർ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് നമസ്കരിച്ചത്. ഒരു നമസ്കാരത്തിൽ ളുഹറിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി, ഈ ഒരു കഅബയിലേക്ക് മാറിയിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ച പ്രവാചകന്റെ ആഗ്രഹത്തെ സാക്ഷാത്കരിപ്പിച്ചുകൊണ്ട് അതിനെ ഒരു ഖിബ്ല മാറ്റം നടത്തിയത്. മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്നുള്ള പള്ളി ഇന്ന് നമുക്ക് കാണാം. അതിന്റെ ചരിത്ര മുഹൂർത്തങ്ങൾ ഉറങ്ങുന്ന ആ ഒരു യാഥാർത്ഥ്യങ്ങൾ ഇന്നും നമുക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കും. ആ ഒരു മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഒരു ഖിബ്ല മാറ്റപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു അറിയിപ്പ്, ആ ഒരു നിയമം വന്നത്, അത് മസ്ജിദുൽ അഖ്സയിൽ നിന്നും പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് മാറ്റപ്പെട്ടതായ ആ ഒരു നിയമം വന്നത് ഈ ഒരു മാസത്തിലായിരുന്നു. ഇങ്ങനെ ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ കൊണ്ട്, സംഭവങ്ങൾ കൊണ്ട് ബഹുലമാണ് അടിസ്ഥാനപ്പെടുത്തിയതായ ഒരു മാസമാണ് ഷഅബാൻ മാസം. വിശുദ്ധമായ ഖുർആനിൽ ഈ ഒരു മാസത്തിലെ 15ാമത്തെ ദിനത്തിനെ കുറിച്ച് അനുഗ്രഹീത രാവ് എന്നാണ് നമ്മളോട് ഉപദേശിക്കുന്നത്, നമുക്ക് പരിചയപ്പെടുത്തി തന്ന വിശുദ്ധമായ ഖുർആൻ ശഅബാനിലെ 15ാമത്തെ രാവിനെ അനുഗ്രഹീത രാവ് അഥവാ ബറാഅത്തിന്റെ രാവ്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ രാവ്, മോചനം എന്നൊക്കെ അർത്ഥമുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, എണ്ണമറ്റ ആൾക്കാരെ, അത് ഹയാത്തിലുള്ളവരായിരുന്നാലും മരിച്ചുപോയവരായിരുന്നാലും എണ്ണമറ്റ ആൾക്കാർക്ക് അല്ലാഹുവിന്റെ പരമമായ നരകമോചനം